ഞങ്ങൾ ഊട്ടി പോണ സമയത്ത് നിലമ്പൂർ ആ ഭാഗം എവിടെ എത്തിയപ്പോഴാണ് ഒരു ചായക്കട ഉണ്ട്. ഒരു ചായ കുടിക്കാൻ ഇറങ്ങി. ഞങ്ങളൊരു നല്ലൊരു ചായക്കടയായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു 4 മണി ഒക്കെ ആയ സമയത്താണ്. അപ്പോൾ ഒരു ചായയും കടയിൽ കുടിച്ച് നമ്മളുടെ യാത്ര എടുത്ത് തുടങ്ങിയപ്പോഴാണ് ഒരു പാർക്കിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ പാർക്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചുരുക്കി പറ്റി നിന്ന് നമ്മൾ അവിടെ നോക്കി JCB കൊണ്ട് പണി നടക്കുകയാണ്. നല്ലൊരു അടിപൊളി ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ നേരെ ആ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് കൂടെ കയറാൻ നോക്കി വന്നത്. തലേന്ന് മഴ പെയ്തിട്ടാകുന്നുണ്ട്, കുറച്ച് മണ്ണൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ പോലെ കാണുന്നുണ്ട്. പക്ഷെ അടിപൊളി പാർക്കാണ്. പക്ഷെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻട്രൻസിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ കുറച്ച് ഭാഗം കട്ടൊക്കെ വിരിച്ചിട്ടുണ്ട്. ഈ കട്ട വിരിച്ചതിന് നേരെ മേലെ ഒരു അടിപൊളി ഒരു മങ്കി സെറ്റപ്പിൽ നല്ല സെറ്റപ്പിൽ വർക്കാണ്. അതിൻ്റെ പെയിൻറ്റിങ് ഫുള്ള് വർക്കും കഴിഞ്ഞു. എൻട്രൻസിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു. പിന്നെ നമ്മൾ അങ്ങോട്ട് കയറി കുറച്ച് ഭാഗത്ത് നോക്കിയപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റപ്പിലായിട്ട് അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല സെറ്റപ്പിലാണ് വെച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഈ ഭാഗത്ത് നോക്കിയപ്പോൾ ഉണ്ട് അതിൻ്റെ വേരുകളൊക്കെ പാറയും കൂടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ അടിപൊളിയായിട്ടൊരു കല്ല്, അതിൻ്റെ പെയിൻറ്റിങ് നല്ല സൂപ്പർ പെയിൻറ്റിങ്ങാണ്, അടിപൊളി സൂപ്പർ പെയിൻറ്റിങ്ങാണ്. പിന്നെ ഈ ഭാഗത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ ഉണ്ട് നമ്മൾ സ്റ്റെപ്പൊക്കെ ആയിട്ട് കയറി 2 സ്റ്റെപ്പായിട്ട് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം ഫുള്ള് പച്ച പുല്ലൊക്കെ വെച്ച് അതിൻ്റെ ഇങ്ങേ ഭാഗത്ത് 2 മരത്തിന് നല്ല അടിപൊളി കെട്ടൊക്കെ ഇട്ടിട്ട് അവർക്ക് ഇരിക്കാൻ അതിൻ്റെ താഴത്ത് ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ട് സ്ഥലം. പിന്നെ നമ്മൾ നേരെ കാണുന്നത് ഈ നേരെ ഇങ്ങേ ഭാഗം നീളക്കത്തിൽ പച്ച പുല്ലൊക്കെ വെച്ച് അങ്ങോട്ടാണ് നമ്മൾ ചെറിയ ടീ സ്റ്റാളൊക്കെ തുടങ്ങാനുള്ള തറയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരിട്ട് കയറിന് ഒരു ഹിമാലയൻ പാരീസ് ഒക്കെ പോലെ ഒരു മഞ്ഞ് സെറ്റപ്പാണ്. പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. അടിപൊളി കുറച്ച് ശില്പങ്ങളെ വർക്കൊക്കെ നടന്നാണ്. ഒരു പൊൻകിന് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഒരു മഞ്ഞ് സെറ്റപ്പിലുള്ള കുറച്ച് ഇത്, പിന്നെ പൂളുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, അപ്പോൾ മഴ ചെയ്ത വെള്ളമാണ്. പൂളിൻ്റെ വർക്കുണ്ട്. അങ്ങനെ അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അത് നടന്ന് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അടിപൊളി ഒരു മരം ഉണ്ട്. അതിന് പെയിൻറ്റിങ്ങൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അടിപൊളി പെയിൻറ്റിങ് ചെയ്യാൻ കിടക്കുകയാണ്. പിന്നെ കുറച്ച് മെഷീനറി സാധനങ്ങളൊക്കെ പോയിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാണ്. സ്റ്റാർട്ടിങ് ആയിട്ടില്ല, പക്ഷേ അതിൻ്റെ ബാക്കി ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പണി ചക്കപ്പമായിട്ട് നടന്നു. പിന്നെ വലിയൊരു പൗണ്ടുണ്ട്, നല്ല അടിപൊളി കുട്ടികൾക്ക് ചാടി അറമ്മതിക്കാൻ പറ്റിയ സാധനമാണ്. അതിൻ്റെ മേലെ റോക്ക് വന്ന് വെള്ളച്ചാട്ടമൊക്കെ ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അടിപൊളി വർക്കാണ്. പിന്നെ ഈ ഭാഗത്താണ് നല്ല കുറച്ച് ഉയരത്തിൽ നിന്ന് നല്ല ഒരു കോയലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കിഴിഞ്ഞ് വരുന്ന ആ സെറ്റപ്പ് ഉണ്ടാക്കാനുള്ളത്. പിന്നെ വലിയവർക്കും കുട്ടികൾക്കും ജമ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രിങ് ആക്ഷനുള്ള ഒരു ബെഡ് സെറ്റപ്പിലുള്ള സംഭവമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി മുമ്പ് പിന്നെ ആ പൂള് ഏകദേശം വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. വെള്ളത്തിൻ്റെ ലീക്ക് പരമായിട്ട് ഒക്കെ ചെയ്യാൻ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടി വന്നപ്പോഴാണ് കാണുന്നത് അവിടെ വേറെ മെഷീനറി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഒരു ഊഞ്ഞാല സെറ്റപ്പ്, ഒരു അരയന്നത്തിൻ്റെ പോലൊരു ഊഞ്ഞാല സെറ്റപ്പുണ്ട്. പിന്നെ അവിടെ ഒരു ടവർ പോലെ ഒരു ചെയറുള്ള സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സൈക്കിള് റൗണ്ടായിട്ട് ചവിട്ടാനുള്ളൊരു വെറൈറ്റി സംഭവമുണ്ട് അവിടെ. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ പാർക്കിൻ്റെ ഫുൾ വർക്കും കഴിഞ്ഞിട്ടുള്ള പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.